അമ്മേ, അമ്മ ഇതോടെ പോയി. അമ്മേ. ആ, നീയാ നാട് മുഴുവൻ കറങ്ങിയിട്ട് തിരിച്ചെത്തിയാ? അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? ഞാൻ നാട് വിറ്റാൻ പോയതാ. അവള് വീട്ടിൽ പോയതല്ലേ. അവളെ വീട്ടിൽ പോകുന്നു. നീ എന്ത് പറഞ്ഞു എവിടെ നിന്ന് ഇറങ്ങിയത്? രാവിലെ പോയിട്ട് വൈകുന്നേരം വരാം. അവള് വേണമെങ്കിൽ അവിടെ ഒരു ദിവസം നിന്നോട്ടെ. ഇന്നിപ്പോ 4 ദിവസമായി. 4-മത്തെ ദിവസമാണ് നീ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഇതാണ് അമ്മേന്റെ പ്രശ്നം. അമ്മ ഞാനേ ചെന്ന് അന്നേനെ ഇറങ്ങാൻ നിന്നതാണ്. അപ്പോഴാണ് അച്ഛനും അമ്മയും ഒരേ നിർബന്ധം, മോനെ കുറെ ദിവസമായാലും ഇങ്ങോട്ട് വന്നിട്ട് 2 ദിവസം നിന്നിട്ട് പോ, ഞങ്ങൾക്കൊരു സമാധാനം ആവട്ടെ. പിന്നെ അവരുടെ പറച്ചിലും സ്നേഹവും വാത്സല്യൊക്കെ കണ്ടപ്പോ ഞാനങ്ങ് നിന്ന് പോയതാ, അല്ലാണ്ട് പറഞ്ഞല്ല. അച്ഛനും അമ്മയാ? ഏതച്ഛനും അമ്മയും? നിന്റെ അച്ഛനും അമ്മയും ഇവിടെയല്ലേ ഉള്ളത്? എന്റെ അച്ഛനും അമ്മയും ഇവിടെ തന്നെയാണ്. പക്ഷെ അവിടെ ഉണ്ടല്ലോ ഒരു അച്ഛനും അമ്മയും. അവളുടെ എന്താ മോനെ വല്ലാത്തൊരു മാറ്റം. 4 ദിവസമല്ലേ അവിടെ നിന്നുള്ളൂ. അവളുടെ അച്ഛനും അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും തേനും പാലും ഒക്കെ ഒഴുകുന്നല്ല. അവരെന്താ നിനക്ക് തന്നേ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാധാരണ ഒരാൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ കൊടുക്കാറുള്ളത്? അതൊക്കെ തന്നെ എനിക്ക് അവര് തന്നത്. അയ്യേ, ഇത് നല്ല കൂത്ത്. നീ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്? സാധാരണ പല കുടുംബങ്ങളിലും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. പോകുമ്പോ ഭയങ്കര സൗമ്യത്തോടെ പോയതല്ലേ, ഇപ്പൊ വരാം അമ്മേന്ന് പറഞ്ഞിട്ട്. 4-5 ദിവസം അവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഇല്ലാണ്ട് നടക്കില്ല. ഇതിപ്പോ ഞാനൊന്ന് അവരെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നീ എന്നോട് എടുത്തു ചാടുന്നു. നിനക്ക് സ്നേഹം മുഴുവൻ ഇപ്പൊ അങ്ങോട്ടേക്കായോ? ശരി, കാണാം. കാര്യമായിട്ട് എന്തൊക്കെയോ എവിടെയൊക്കെയോ മണക്കുന്നുണ്ട്. നമ്മുടെ മേലെടുത്ത ബിന്ദുവിന്റെ മോനെ ഇതുപോലെ ഒരു ദിവസം അവന്റെ ഭാര്യന്റെ വീട്ടിലേക്ക് ഒരു വിരുന്ന് പോയതാ. ആ പോക്കന്നെ. പിന്നെ വന്നിട്ട് ചെക്കൻ പറയുന്നതും ചെയ്യണതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എന്തോ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, ആകെ മൊത്തം പ്രശ്നം. ചെക്കൻ എന്തൊക്കെയോ കൊടുത്തിട്ടേ സ്നേഹം മുഴുവൻ അവരോട്. രാത്രിയും പറയും എനിക്ക് അവിടെ പോയാൽ മതി, പകലും പറയും എനിക്ക് അവിടെ പോയാൽ മതി. സ്വന്തം വീട്ടുകാരെ ആരെയും വേണ്ട. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അമ്മ എന്താ ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? എന്റെ വീട്ടുകാർ എന്ത് കൊടുത്തു എന്നായി പറയുന്നത്? അതിപ്പോ എനിക്ക് എങ്ങനെ അറിയാനാ? നീ നിന്റെ അച്ഛനും അമ്മയോട് ചോദിച്ചു നോക്ക്, അവർക്കല്ലേ അറിയൂ. എന്തായാലും നീ ഒന്ന് കരുതിയിരുന്നോ. പോക്കും വരത്തൊക്കെ കുറച്ച് കൂടുന്നുണ്ട്. നീ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ട് അമ്മയെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. എനിക്ക് ഇങ്ങനത്തെ മന്ത്രവാദവും തന്ത്രവും ഒന്നും അറിയില്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഓടിപ്പോയി അന്വേഷിക്കാന്ന് എന്നെ കൊണ്ട് പറ്റില്ല. പറഞ്ഞൂന്നേ ഉള്ളൂ. പോയ അന്ന് തന്നെ തിരിച്ചു വരുന്നല്ലേ പറഞ്ഞത്. അന്ന് തിരിച്ചു വന്നില്ലല്ലോ. ആ ദേഷ്യത്തിൽ അമ്മ എന്തൊക്കെ പറഞ്ഞിട്ട് പോയതാ. അത് നീ കാര്യാക്കണ്ട. നിങ്ങളുടെ മുമ്പിലല്ലേ അമ്മ ഇത്രയും പറഞ്ഞിട്ട് പോയത്? എന്നിട്ട് ഒരു കൂസലില്ലാണ്ട് കേട്ടോണ്ടിരുന്നതും പോരാ, അമ്മയ്ക്ക് വിഷമമായിരുന്നെന്ന് പറഞ്ഞിട്ട് അമ്മയെ സപ്പോർട്ട് ചെയ്യുക. എന്ത് പറഞ്ഞാലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നോ? അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു അക്ഷരം തിരിച്ചു പറയില്ല. നിങ്ങൾക്കറിയാം, അമ്മയ്ക്കും അറിയാം മോനൊന്നും മിണ്ടില്ല, മരുമോളൊന്നും മിണ്ടില്ല. അതാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അമ്മ, ചോറിന് അരികടി എടുത്തേ? അതോ രാത്രിത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കണോ? എന്താ അമ്മേ, അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണോ? അയ്യോ, എനിക്ക് നിങ്ങളോടൊക്കെ എന്ത് ദേഷ്യം? നിങ്ങൾക്കല്ലേ നമ്മളെ ഒന്നും കണ്ണു പിടിക്കാത്തത്. അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം അമ്മയല്ലല്ലോ, അമ്മായിയമ്മയല്ലേ. അപ്പൊ പിന്നെ അത്രയ്ക്കല്ലേ കാണൂ. എനിക്ക് ഒരു പ്രശ്നവുമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാനായി എന്റെ പാടായി പോവുകയെ വരെ എന്ത് വേണേലും ചെയ്തു. അമ്മ എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? ഞങ്ങൾ രണ്ടാളും എൻ്റെ വീട്ടിൽ പോയി നിന്നതിനാ. കുറെ ആയില്ല അങ്ങോട്ടൊക്കെ പോയിട്ട്. പിന്നെ എല്ലാവരും അത്ര നിർബന്ധിച്ചപ്പോ നിന്നേ ഉള്ളൂ. അയ്യോ, നിന്നോ? അതിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. നീ എത്ര ദിവസം വേണമെങ്കിലും നിന്നോ. ഇനി വന്നില്ലെങ്കിലും എനിക്ക് വിഷയമില്ല. പക്ഷെ എന്റെ മോനില്ലേ, ഞാൻ അവനെ പൊന്നുപോലെ വളർത്തിയെടുത്തതാ, ഒരു വേദനയും വിഷമവും അറിയിക്കാതെ. ഇനി നിങ്ങൾ നിങ്ങളുടെ വഴിക്കാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ ആ പ്രയാസം കൂടി അവൻ അനുഭവിക്കുന്നത് ഞാൻ കാണണം. ആ വിഷമത്തിൽ പറഞ്ഞേ ഉള്ളൂ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏട്ടൻ വരാൻ ഇറങ്ങിയതാ. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അത്രയ്ക്ക് നിർബന്ധിച്ചു, അതുകൊണ്ടാ നിന്നത്. പിന്നെ ഏട്ടനും എന്നും പറയാറുണ്ട് അവിടെ പോയി കുറച്ച് ദിവസം നിൽക്കണം എന്നൊക്കെ. പിന്നെ ഇപ്പോൾ എന്തായാലും ശനി ഞായറൊക്കെ അല്ലേ, ഓഫീസിലും പോകാനില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു എന്നാ പിന്നെ ഞാൻ നിൽക്കാന്ന്. അതാ. ഒരമ്മയല്ലേ ഞാൻ.
എന്റെ മോന്റെ മാറ്റം കണ്ടാലേ എനിക്ക് മനസ്സിലായില്ല. അച്ഛൻ അമ്മ പെങ്ങന്മാര് എന്ന് പറഞ്ഞ് നടന്നതാ. ഇപ്പൊ ആരും വേണ്ട. ഇനി നീ നാളെ ഒന്ന് വിളിച്ചു നോക്ക് എന്റെ വീട്ടിൽ പോയി നിക്കാന്ന്. എന്താ 10 ദിവസം നിക്കാന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് വരും. അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അല്പം സ്ഥിരബുദ്ധിയുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യും. വെറും പൊട്ടനാക്കി മാറ്റി എന്റെ ചെക്കനെ. നീ എന്തിനു കരയുന്നു? കരയാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ചെയ്, ഇത്തിരി ചപ്പാത്തിക്ക് മാവ് കുഴക്ക്. പോ, ഇത് കണ്ടിട്ട് മതി അവൻ എന്നോട് ചാടി കളിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. പോയി ചപ്പാത്തിക്ക് മാവ് കുഴക്ക്, രാത്രിക്ക് അത് മതി. എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അങ്ങ് തുടങ്ങും മോങ്ങാൻ വേണ്ടിട്ട്. പിന്നെ എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ മനുഷ്യന്? ഇത് മതി, കുട്ടിയും കുടുംബം അടക്കം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട്. അമ്മ ഈ മോട്ടർ കംപ്ലൈന്റ് ആന്ന് പറഞ്ഞല്ലോ. എന്താ പ്രശ്നം പറ്റി? കഴിഞ്ഞ ആഴ്ച നന്നാക്കിയതല്ലേ, ഇന്നെന്താ പറ്റി? അമ്മ നിർത്താൻ ഒരു ഭാവമില്ല. കുത്തി കുത്തി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്കാൻ തന്നെ തോന്നുന്നില്ല. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, അമ്മ പറയുന്നൊന്നും കാര്യാക്കണ്ട. ഒരു ചെവി കൂടെ കേൾക്കുക, അടുത്ത ചെവി കൂടെ വിടുക. അല്ലെ തന്നെ നമ്മൾ പോയിട്ട് ഇപ്പൊ 3-4 ദിവസമായില്ലേ. അതിന്റെ ഒരു കലിപ്പില അമ്മ. ഇന്ന് ഒരു ദിവസം ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. നാളെ ആകുമ്പോഴത്തേനും അമ്മ ശരിയായിക്കോളും. അത് അങ്ങോട്ട് വിട്ടേക്ക്. ഇതിന്റെയൊക്കെ പുറകെ നിൽക്കാൻ നിന്ന് അതിനല്ല നേരം കാണുള്ളൂ. നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്? ആ, ഞാൻ എന്ത് വന്ന് പറഞ്ഞു തന്നാലും നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുന്ന അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് ഓരോ ദിവസവും കൂടി കൂടി പോകുന്നത്. ഇത് ഇന്നും നാളെയൊന്നുമില്ല, ഒരു 5-6 മാസത്തേക്ക് നിർത്തില്ല. നോക്കിക്കോ. സാധാരണ പറയുന്ന പോലെ അല്ല. എന്റെ വീട്ടുകാരെന്തോ മന്ത്രവാദം ചെയ്തു നോക്കിയാ പറയുന്നത്. അതിന് നിന്റെ വീട്ടുകാരെന്തെങ്കിലും മന്ത്രവാദം ചെയ്തോ? എന്ത്? ഇല്ലല്ലോ. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഇതൊന്നും പറഞ്ഞിട്ടേ അമ്മേനെ നമുക്ക് ബോധിപ്പിക്കാൻ പറ്റില്ല. നീ തൽക്കാലം ഇപ്പൊ അടുക്കളയിൽ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അമ്മേനെ സോപ്പിട്ട് അങ്ങോട്ട് നിൽക്ക്. അതല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. ഇതൊക്കെ എന്തിനാ ഇവിടെ കൊണ്ടിട്ടത്? അമ്മ, ഗോതമ്പ് പൊടി എവിടെ വെച്ചേ? ഗോതമ്പ് പൊടിയൊക്കെ അവിടെ എവിടെയൊക്കെയോ ഉണ്ട്, നോക്കിയെടുക്ക്. നിങ്ങൾ പോയപ്പോ ഞാൻ എടുത്തിട്ടൊന്നുമില്ല. കുറച്ചുണ്ടാവും, അതന്നെ. വീട്ടിൽ കുറെ വാങ്ങി വെച്ചിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ ആരും ഉപയോഗിക്കുന്നുമില്ല. അമ്മ എന്നോട് പറഞ്ഞതാ കുറച്ച് പാക്കറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നോന്ന്. എടുത്താ മതിയായിരുന്നു. നിന്റെ വീട്ടിൽ നിന്നോ? ഇത്രയും കാലം നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ ഈ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്? ആ ഗതികേടൊന്നും ഈ കുടുംബത്തിലില്ല. ഇനി എല്ലാരും കൂടി അത് വരുത്താതിരുന്നാ മതിയായിരുന്നു. അല്ല, എങ്ങനെ പോയാലും ചിലപ്പോ അങ്ങനെയൊക്കെ ആകും. എന്തമ്മ പറയുന്നത്? ഞങ്ങൾ വന്ന് അപ്പൊ തൊട്ട് അമ്മ തുടങ്ങിയതാണല്ലോ. അമ്മയ്ക്ക് ഇവിടെ വരുന്ന ഇഷ്ടമല്ലെങ്കിൽ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഒരു 5-6 ദിവസം കൂടെ ഞാൻ അവളെ വീട്ടിൽ നിർത്തിയിട്ട് വരൂലേ. നീ അടുക്കളയിൽ എന്ത് ചെയ്യാനാണോ വന്നത് അത് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ഓ, ഇപ്പൊ ഞാനിവിടെ തെറ്റുകാരി. ഞാൻ ഇങ്ങനെ പറയുമ്പോഴേ ഇത് ഭയങ്കര ശല്യമായിട്ട് നിനക്ക് രണ്ടാൾക്ക് ഇപ്പൊ തോന്നും. പക്ഷെ പിന്നീട് നിനക്ക് അനുഭവം വരുമ്പോ നീ മനസ്സിലാക്കിക്കോളും ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അയ്യോ, അമ്മേനെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല. അമ്മ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. ഇതിപ്പോ അമ്മ അവളുടെ വീട്ടുകാർ സാധുക്കളാണ്. എന്നെ എന്തേലുമൊക്കെ തന്നിട്ട് വശീകരിക്കും എന്നുള്ള പേടിയല്ല അമ്മേന്റെ മനസ്സിൽ. വശീകരിക്കുമെന്നുള്ള പേടിയല്ല, വശീകരിച്ച് കഴിഞ്ഞില്ലേ, ഇനി പേടിച്ചിട്ട് എന്ത്? നീ എന്താണ് അവന്റെ വയറ്റിൽ കൊടുത്ത് നിന്റെ വീട്ടുകാരോട് ചോദിച്ചൊന്ന് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ നാട് മുഴുവൻ അന്വേഷിച്ച് വല്ല പണിക്കന്മാരെയും കണ്ടിട്ട് അതൊന്ന് പുറത്തേക്ക് എടുക്കാനുള്ള വഴി എന്തെങ്കിലും കണ്ടെത്തട്ടെ. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. ഒരു പെറ്റ വയറിന്റെ വേദന. എന്റെ മോൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നീ മിണ്ടാതെ ഇറങ്ങി പോവും. എനിക്കാണ് വിഷമം പറ്റുക. നീ ഒന്ന് പറഞ്ഞു തരാനുള്ള ഒരു മനസ്സ് കാണിക്കും. അതെങ്കിലും ഒന്ന് കാണിക്കാൻ പറ നിന്റെ കെട്ടിയോളോട്. ഈ അമ്മേനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചു പോട്ട്. ചെയ്ത് കൂട്ടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞു അപ്പൊ പ്രശ്നം. ചെക്കൻ എന്തോ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടില്ല. നീ എന്തിനാ വെറുതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്? നിനക്ക് അമ്മേന്റെ സ്വഭാവം നന്നായിട്ട് അറിയുന്നല്ലേ. പിന്നെ എന്താണ്?
ഞാൻ പറഞ്ഞല്ലോ നിന്നോട് അമ്മ പറയുന്നത് വലിയ കാര്യമായിട്ട് എടുക്കണ്ടാന്ന്. അതിങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നിട്ട് കരയേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല നീ കരയുന്നതിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം. നിനക്ക് അങ്ങനെ ഗുണമുണ്ടോ കരയുന്നോണ്ട്? എന്നാലും സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? അമ്മ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ വശീകരിച്ചിട്ട് എന്റെ വീട്ടുകാർക്ക് എന്ത് കിട്ടാനാ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാണെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ വീട്ടിൽ പോയിട്ടെ ഈ കാര്യം അവരോട് പറയാം. എന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരട്ടെ. അമ്മയ്ക്ക് എന്താ ചോദിക്കാനോ അറിയാനല്ല വെച്ചാൽ അവരോട് ചോദിക്കട്ടെ, അവര് മറുപടി പറഞ്ഞോളൂ. അല്ലാണ്ട് എന്റെ മുമ്പിൽ വേറെ ഒരു വഴിയില്ല. അച്ഛനെ അമ്മേനെ വിളിക്കണം. എടി നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലേ അത് നീയും ഞാനും അമ്മയും കൂടെ വേണം സംസാരിച്ച് തീർക്കാൻ. അല്ലാണ്ട് പുറത്തുനിന്ന് ഒരാൾ വിളിച്ചിട്ടല്ല സംസാരിപ്പിക്കേണ്ടത്, മനുഷ്യൻ നാണം കെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സംസാരിക്കാൻ ആരെങ്കിലും വേണം. എന്നോടും പറയും നീ ഒന്നും പറയണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? മിണ്ടാതിരിക്കും. അത് സാരല്ലേ, അമ്മയല്ലേ, സഹിക്കുന്ന പറഞ്ഞിട്ട്. എനിക്ക് ഇനിയും സഹിച്ചോണ്ട് നിൽക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചെയ്യും, എന്റെ വീട്ടിൽ പോയി നിൽക്കാം. അതായിരിക്കും അമ്മ ആഗ്രഹിക്കുന്നത്. മോന്റെ കൂടെ ഭാര്യ ഉണ്ടാവുമ്പോഴല്ലേ ഈ വശീകരണവും മന്ത്രവാദത്തിന്റെ ഒക്കെ ആവശ്യമുള്ളൂ. ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്ന കുഴപ്പമില്ലല്ലോ. അമ്മയ്ക്ക് അമ്മേന്റെ മോനെ കിട്ടും. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ. നമ്മൾ രണ്ടുപേരും രണ്ട് വീട്ടിൽ നിൽക്കും. അതോടെ പ്രശ്നം തീരും. അതാണ് ഇതിനുള്ള പരിഹാരം. അങ്ങനെയാണ് ഇതിനെ നീ എത്ര കാലം നിന്റെ വീട്ടിൽ ചെന്ന് നിൽക്കും? എടാ ഞാനിതൊക്കെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അമ്മ എന്താ പറയാന്നറിയോ? നീയും നിന്റെ അച്ഛനും അമ്മയും കൂടെ എല്ലാരും കൂടി എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ അമ്മേനോട് പറയാന്ന് വിചാരിക്കും. അതും കൂടെ കേൾക്കണോ നിനക്ക്? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? നിങ്ങൾക്ക് ഇനി വല്ല തലവേദന വന്നാൽ പോലെ അമ്മ പറയുന്നത് എന്റെ വീട്ടുകാർ എന്തെങ്കിലും ചെയ്തിട്ടാണ്. ഇതെല്ലാം കേട്ട് ഞാനിവിടെ നിൽക്കണം. ഓ, ഈ അമ്മേനെ കൊണ്ട് വല്ലാതെ തലവേദന ആയാലും എത്ര പറഞ്ഞാലും മനസ്സിലാവല്ലോ. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യും, അമ്മീനെ എന്തെങ്കിലും പറയുകയാണെങ്കിലേ നീ തിരിച്ച് നന്നായിട്ട് പറഞ്ഞു കൊടുക്കും. ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ പാവത്തിന് പോലെ നിൽക്കുന്നോണ്ടാ അമ്മ ഇങ്ങനെ തലയിൽ കയറുന്നു. ഇനി അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടേ കരഞ്ഞുകൊണ്ട് എന്റെ പുറകെ ഇങ്ങനെ വരാൻ നിൽക്കണ്ട. ഇതെന്താ നീ ചപ്പാത്തിക്ക് ഇവിടെ വന്നിരുന്ന് മാവ് കുഴക്കുന്ന? അടുക്കളയിൽ സ്ഥലമൊന്നും ഇല്ലേ? അടുക്കളയിൽ നല്ല ചൂട്, അവിടെ നിന്നിട്ട് പണിയെടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആകുമ്പോ കുറച്ച് നല്ല കാറ്റുണ്ടല്ലോ. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാനാണോ അതോ വേറെ എന്തെങ്കിലും പണി വെപ്പിക്കാനാണോ? അമ്മ എന്താ ഉദ്ദേശിച്ചത്? അയ്യോ ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. പക്ഷെ നിന്റെ ഉദ്ദേശം എന്താണെന്ന് ആർക്കറിയാം? സത്യം പറഞ്ഞ നീ അടുക്കളയിലേക്ക് പോകുമ്പോ തന്നെ മനുഷ്യന്റെ മനസ്സിൽ തീയ. എന്തൊക്കെ പൊടികളും മന്ത്രവസ്തുക്കളായിരിക്കും നിന്റെ കയ്യിലുണ്ടാകുന്ന അറിയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും വല്ല ഭക്ഷണത്തിലും വിതറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അങ്ങ് കിടപ്പിലായിക്കോട്ടെ അല്ലേ? ആ, അമ്മ ഈ പറഞ്ഞത് കറക്റ്റാ. കുറെ മന്ത്രവാദ പൊടികളും കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അടുക്കളയിലെ മുളകൊടി പാത്രത്തിലും മല്ലിപ്പൊടി പാത്രത്തിലും മഞ്ഞൾപ്പൊടി പാത്രത്തിലും ഉപ്പിലും എല്ലാത്തിലും ഞാനത് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇവിടുത്തെ വെള്ളത്തിലും കലർന്നിട്ടുണ്ട്. നേട്ടനോട് പറഞ്ഞിട്ട് മേലത്തെ ടാങ്കിൽ ഇടണം. എന്നാ പിന്നെ നിങ്ങൾ എല്ലാവരും കുടിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുമല്ലോ. ഓ, എന്റെ മോനെ വശീകരിച്ചിട്ട് ഒരു വശത്താക്കിയല്ലോ നീയും നിന്റെ വീട്ടുകാരും കൂടി. ഇനി അമ്മായിക്കും കൂടി വല്ലതും തന്നിട്ട് എന്നെ ഒരു സൈഡിൽ തളർത്തി കിടത്തിയിട്ട് എന്റെ മോനെയും കൂടി രക്ഷപ്പെടാനല്ലേ? അതല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? ആ, അത് തന്നെ എന്റെ മനസ്സിലിരിപ്പ്. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടേ നിങ്ങളെ ഒരു മൂലയ്ക്ക് എനിക്ക് ഇരുത്തണം. നിങ്ങൾ പിന്നെ മിണ്ടാനേ പാടില്ല. പിന്നെ എന്റെ കെട്ടിയവനും കൂട്ടർ എനിക്ക് പോണം. ഞാൻ ചാടി കളിക്കാൻ പറയുമ്പോ എന്റെ ഭർത്താവ് ചാടി കളിക്കണം. ആടാൻ പറയുമ്പോ ആടണം. പാട്ട് പാടാൻ പറയുമ്പോ പാട്ടും പാടണം. പിന്നെ എന്റെ വീട്ടിൽ വന്നിട്ട് 2 മാസം 3 മാസം നിൽക്കാൻ പറയുമ്പോ നിൽക്കുകയും ചെയ്യണം. അതിനു വേണ്ടി തന്നെയാ നിങ്ങളുടെ മോനെ കൊണ്ട് എന്റെ വീട്ടുകാർ എന്നെ കെട്ടിച്ചേ. അവർക്ക് ഈ ഉദ്ദേശം പണ്ടേ ഉണ്ടായിരുന്നു. പിന്നെ പറയാതിരുന്നതാ. പതുക്കെ പതുക്കെ അറിയുമ്പോ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ എല്ലാം ക്ലിയർ ആയില്ലേ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. 2 ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോഴത്തേക്ക് അവളെ നാവ് അങ്ങോട്ട് പൊങ്ങിയിരിക്കുന്നു. നീ ആരോടാ സംസാരിക്കണെന്നുള്ള ബോധം നിനക്കുണ്ടോ? നിന്റെ ഭർത്താവിന്റെ അമ്മയോടാ നീ സംസാരിക്കുന്നത്. ആ ബോധം ഉണ്ടാക്കി സംസാരിക്കേ. ഞാൻ അമ്മേന്റെ മോന്റെ ഭാര്യ. ആ ബോധം അമ്മയ്ക്കുണ്ടോ? എടി നീ എന്താ എന്റെ അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ സൗണ്ട് താഴെ കേൾക്കുന്നുണ്ടല്ലോ. ആ, നീ കേട്ടില്ലേ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വല്ലാണ്ട് അഹങ്കാരം അങ്ങോട്ട് കൂടിപ്പോയിട്ടുണ്ട്. എന്തൊക്കെയാന്നറിയ എന്നോട് വിളിച്ചു പറയുന്നത്. ഒരു മര്യാദ ഇല്ലാണ്ട് അവള് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ ആ മര്യാദ എന്നോട് കൂടി കാണിക്കണം. മോനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമില്ല. മോൻ തന്നെയാ പറഞ്ഞത്. നിന്നെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ നീ നന്നായിട്ട് ഇങ്ങോട്ട് പ്രതികരിച്ചോ, മിണ്ടാതെ നിക്കണ്ടാന്ന്. അതും പറഞ്ഞിട്ട് നീ എന്താ ഇങ്ങനെ? ആഹാ, അപ്പൊ ഇങ്ങനെയാണല്ലോ കാര്യങ്ങള്. ഭാര്യയെ പറഞ്ഞു മൂപ്പിച്ചിട്ട് സ്വന്തം അമ്മേനോട് പോരെടുക്കാൻ പറഞ്ഞു വിട്ടിരിക്കാ നീ.
നല്ല മകൻ. അയ്യോ എന്റെ അമ്മ ഒന്ന് നിർത്തോ 2 മിനിറ്റ്. ഞാൻ അവളോട് അങ്ങനെ ഒന്നല്ല പറഞ്ഞേ. എടി ഇതെന്റെ അമ്മയാണ്, ആ ബഹുമാനത്തിൽ നീ സംസാരിക്കേ. ആയിക്കോട്ടെ, ബഹുമാനത്തിൽ തന്നെ സംസാരിക്കാം. പക്ഷെ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്ക്, ഇതെന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യയോട് സംസാരിക്കുമ്പോ കുറച്ച് ബഹുമാനമൊക്കെ കൊടുത്ത് സംസാരിക്കണം. പറ്റുമോ? ഓ, ബഹുമാനിക്കാ. നിന്നെ കാണുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് നിന്ന് തൊഴുതിട്ട് നിന്റെ കാലിൽ പൂട്ട് പൂജിക്കാം. അത് മതിയോന്ന് ചോദിക്കടാ നിന്റെ കെട്ടിയോളോട്. ഓ വെറുതെ അല്ല. അമ്മ ഇങ്ങനൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവള് പിന്നെ മിണ്ടാണ്ടിരിക്കണോ? അവളും അമ്മേനെ പോലെ സ്ത്രീ തന്നെ അല്ലേ? അവക്കറിയില്ല എന്ത് പറയണം എന്ത് പറയണ്ടാന്ന്. ഇത്രയും കാലേ അവള് മിണ്ടാണ്ടിരുന്നത് അവൾക്ക് അറിയാണ്ടല്ല, സംസാരിക്കാനൊക്കെ അറിയാം. എന്റെ അമ്മയെന്നുള്ളൊരു വില തന്നുകൊണ്ടാണ് അവൾ ഇത്രയും കാലം മിണ്ടാണ്ടിരുന്നത്. അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തിന്റെ കേടാണ് അവളിങ്ങനെ കാണുമ്പോ ഓരോന്ന് പറഞ്ഞ് ചൊറിഞ്ഞോണ്ടിരിക്കുന്നത്? അവൾ അമ്മേനെ കുറിച്ച് അച്ഛനെ കുറിച്ച് ഇല്ലാതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് തെളി വെച്ചിട്ടാണ് അമ്മയെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ മനുഷ്യനിങ്ങനെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ദിവസം അവളെ കാണുമ്പോൾ ഓരോന്നോരോന്ന് തുടങ്ങിക്കോളും. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഒന്നെങ്കിലും നിങ്ങൾ 2 പേരും കൂടി ഇതിങ്ങനെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയിക്കോ ജീവിതകാലം മുഴുവൻ. അല്ലെങ്കിൽ ഇന്നത്തോടെ അങ്ങോട്ട് നിർത്ത്. എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. മനുഷ്യന് ഒരു സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞാല് ഇങ്ങനെയുണ്ട് 2. നീ ചപ്പാത്തിക്ക് മാവ് കുഴച്ചിട്ട് വാ. ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ മുറിച്ചിട്ട് സ്റ്റൂ ഉണ്ടാക്കാൻ നോക്കട്ടെ. അതാ നല്ലത്. ഇപ്പഴാ മനുഷ്യന് സമാധാനമായത്. ഇത്രയും ദിവസം കരച്ചില്, പിഴിച്ചില്, കംപ്ലൈന്റ് പറച്ചില്. നല്ല ഡോസ് അങ്ങോട്ട് കൊടുത്തപ്പോ പഠിക്കേണ്ട കാര്യം പഠിച്ചു.